ആത്മഹത്യ ചെയ്യുന്നവരങ്ങ് ചെയ്യട്ടെ എന്നാണോ ട്രംപിന്റെ ആറ്റിറ്റ്യൂഡ്? ആത്മഹത്യാ പ്രതിരോധ ഫണ്ടിലും ട്രംപിന്റെ കടുംവെട്ട്. യുവാക്കളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന 988 ഹോട്ട്ലൈൻ സേവനത്തിനുള്ള ഫണ്ട് റദ്ദാക്കാൻ ട്രംപ് സർക്കാർ തീരുമാനമെടുത്തെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് അമേരിക്കയിലെ 988 ഹോട്ട്ലൈൻ സേവനം? യുവാക്കൾക്കിടയിലെ ആത്മഹത്യ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഹോട്ട്ലൈൻ നമ്പറാണ് 988. സേവനം ആവശ്യപ്പെട്ട് വിളിക്കുന്നവരെ സഹായിക്കാനായി വിദഗ്ധ കൗൺസിലേഴ്സിന്റെ ഹെൽപ്പ് ലഭ്യമാണ്. എന്തുകൊണ്ട് 988? അമേരിക്കയിൽ 10 മുതൽ 14 വയസ്സുള്ളവർക്കിടയിലെ മരണങ്ങൾക്കുള്ള രണ്ടാമത്തെ വലിയ കാരണവും 15 മുതൽ 24 വരെ വയസ്സുള്ളവർക്കിടയിലെ മൂന്നാമത്തെ വലിയ കാരണവും ആത്മഹത്യയാണ്. ഇത് തടയാനാണ് 988 ഹെൽപ്പ് ലൈൻ തുടങ്ങിയത്. എത്ര പേർ സഹായം തേടി? 2022 ജൂലൈ മുതൽ ഹെൽപ്പ് ലൈനിൽ നിന്ന് സഹായം തേടിയത് 14.5 മില്യൺ യുവാക്കളാണ്. മറ്റെന്തൊക്കെ സേവനങ്ങൾക്ക് ട്രംപ് തടയിടും? LGBTQ വിഭാഗങ്ങൾക്കുള്ള സേവനങ്ങൾക്കും യുവാക്കൾക്കുള്ള പ്രത്യേക സേവനങ്ങൾക്കുമുള്ള ഫണ്ടും തടയുമെന്ന് ലീക്കായ ഒരു ബജറ്റ് കരട് ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു. എന്ന് ഇത് പ്രാബല്യത്തിലാകും? ഈ വർഷം ഒക്ടോബർ 1 മുതൽ. ഈ സേവനത്തിനും തടയിടാൻ ട്രംപ് തീരുമാനിക്കുമ്പോൾ മരണക്കയത്തിലേക്ക് സ്വയം നടന്നു കയറാനൊരുങ്ങുന്നവരുടെ അവസാന അത്താണിയും ഇല്ലാതാവുകയാണ്.